ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമാത്രേ നമഃ. മഹാഗുരുക്കന്മാരുടെ പുണ്യപാദങ്ങളെ വന്ദിക്കുന്നു. ഈ ആധ്യാത്മിക കൂട്ടായ്മയിലെ എല്ലാ സുഹൃതികൾക്കും ആചാര്യസ്ഥാനീയർക്കും വിനീത നമസ്കാരം. എന്നിൽ നിയുക്തമായിരിക്കുന്ന കർത്തവ്യം മാതൃദേവോ ഭവ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുക എന്നതാണ്. തൈത്തിരീയ ഉപനിഷത്തിലെ ശിക്ഷാവല്ലി എന്ന അധ്യായത്തിൽ 11-ാം അനുഭാഗത്തിൽ വരുന്ന വേദമന്ത്രമാണിത്. മാതൃദേവോ ഭവ എന്ന വിഷയം. മാതാവിനെ ദൈവതുല്യം സ്നേഹിക്കുന്നവനായി ഭവിക്കുക, അല്ലെങ്കിൽ മാതാവ് നിനക്ക് ദൈവമായി ഭവിക്കണം എന്നതാണ് ആ വേദവാണിയുടെ പൊരുൾ. ഇപ്രകാരമാണ് 11-ാം അനുഭാഗം തുടങ്ങുന്നത്. വേദമനൂച്യ ആചാര്യോ അന്തേവാസിന മനുശാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദഃ. ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞ ശിഷ്യൻ ആ ശിഷ്യനായിക്കൊണ്ട് ആചാര്യന് ഉപദേശിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരിപൂർണതയിൽ. അതിപ്രകാരമായിരുന്നു ആചാര്യ ഉപദേശം. സത്യം വധ, സത്യം പറയണം. ധർമ്മം ചര, ധർമ്മമാർഗത്തിൽ ചരിക്കണം, ധർമ്മം അനുഷ്ഠിക്കണം. സ്വാധ്യായാത് മാ പ്രമദഃ, സ്വാധ്യായത്തിൽ നിന്ന് അധ്യയനത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഇന്ന് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയ നല്ല പാഠങ്ങളാണിത്. സത്യം പറയണം, സത്യം വധ എന്ന് പറഞ്ഞിട്ട് അതിനെ ഉറപ്പിക്കുകയാണ്. സത്യം പറയണം എന്ന് പറഞ്ഞിട്ട് അതിനെ ഉറപ്പിച്ച് അനുശാസനം ചെയ്യുകയാണ് ഗുരു. സത്യാത് ന പ്രമതിതവ്യം, ഒരിക്കലും സത്യത്തിൽ നിന്ന് തെറ്റരുത്. ഇതാണ് ശരിയായ അനുശാസനം. ധാർമ്മിക കൃത്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് ഒരിക്കലും സംഭവിക്കരുത്. അതിനുശേഷം ഉപദേശിക്കുകയാണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്ന മന്ത്രം. തുടക്കം മാതാവിൽ തന്നെയാണ് അവിടെയും. ഈ ഒരു വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടത്. മാതാവിനെയും പിതാവിനെയും ആചാര്യനെയും അതിഥിയെയും ഈശ്വരതുല്യം ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നത് ഭാരതീയ സംസ്കാരത്തിലെ ഒരു പ്രധാന ഘടകമാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന ആപ്തവാക്യം നാം പഠിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് പിതാവും ഗുരുവും ദൈവവും അമ്മ തന്നെയാണ് എന്ന വ്യാഖ്യാനവും കൊടുക്കാം. മാതാവ് ഗുരുവും പിതാവ് ദൈവവുമാണെന്ന മറ്റൊരർത്ഥവും നമുക്ക് കൊടുക്കാം. അവിടെയും അമ്മയെന്ന സുഹൃതം മുന്നിൽ തന്നെയാണ്. മനുഷ്യനായി ജന്മമെടുത്തതുകൊണ്ട്, ആ മനുഷ്യജന്മത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം ഒരുവൾ ഉത്തമ മാതാവാകുന്നില്ല. മാതൃധർമ്മം അറിഞ്ഞവളാകണം. മാതൃധർമ്മം ചെയ്യാത്ത മാതാ ശത്രുഹു പിതാ വൈരി എന്ന് പറയുന്നത്. വിദ്യ പകർന്നു നൽകാത്ത അച്ഛനമ്മമാർ ശത്രുക്കൾ തന്നെ. ജഗജ്ജനനിയെ 1000 നാമങ്ങൾ കൊണ്ട് സ്തുതിക്കുന്ന ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് സ്തുതിച്ചുകൊണ്ടാണ്. അവിടെയും മാതാവിൽ തന്നെ തുടക്കം. സകലം വെറും അതിബീജമായ പ്രപഞ്ചശക്തിയെ, അതേ അമ്മയെ ദേവീ മഹാത്മ്യം ഇപ്രകാരം വാഴ്ത്തി.
വിദ്യാ സമസ്ത തവ ദേവി ഭേദാഃ സ്ത്രിയഃ സമസ്താ സകലാ ജഗത്സു ത്വയൈകയാ പൂരിതമംബയേതത് കാത്തേ സ്തുതി സ്തവ്യ പരാപരോക്ത എന്ന്. ഈ ലോകത്തെ സകല വിദ്യകളും അമ്മേ നീ തന്നെയാണ്, എല്ലാ സ്ത്രീരൂപങ്ങളും അമ്മേ നീ തന്നെയാണ് എന്നുള്ളതാണ്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ. സർവജീവജാലങ്ങളിലും മാതൃരൂപത്തിലിരിക്കുന്നത് ആ പ്രപഞ്ചശക്തി തന്നെയാണ്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി എന്ന വള്ളത്തോളിൻ്റെ വരികൾ നമ്മെ ഏറ്റവും ആർദ്രമാക്കുന്നു. അമ്മിഞ്ഞ പാലിനൊപ്പം ചുണ്ടിൽ വിരിയുന്ന ആ ഭാഷയാണ് അവന് തൻ്റെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അറിവ് നേടിക്കൊടുക്കുന്നത്. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ വാത്സല്യത്തോടെ പകർന്നു നൽകുന്ന മുലപ്പാൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എൻ്റെ മാതാവേ, നീ നിന്റെ സ്തന്യത്തിലൂടെ, അല്ലയോ മാതാവേ, നിന്റെ സ്തന്യത്തിലൂടെ സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആദ്യ പാഠം നീ എനിക്ക് പകർന്നു നൽകി. ഒരു ശിശുവിൻ്റെ സ്വഭാവ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് അമ്മയ്ക്ക് തന്നെയാണ്, മാതാവിന് തന്നെയാണ്. 5 വയസ്സുവരെ കുഞ്ഞിനെ ദേവനായി വളർത്തണമെന്ന് ശ്രീനാരായണ ധർമ്മം എന്ന സ്മൃതി ഗ്രന്ഥത്തിൽ കലിയുഗവരദനായ ശ്രീനാരായണ ഗുരുദേവൻ അനുശാസനം ചെയ്തു തന്നു. ജനനം മുതൽ മരണം വരെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് കൃത്യമായി അനുശാസനം ചെയ്തു തരുന്ന കലിയുഗത്തിലെ സ്മൃതി ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം. അതിലൂടെ പറയുന്നു, ജനിച്ചു വളർന്ന കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ ആ ബ്രഹ്മചര്യ വ്രതത്തെ കാക്കുന്നതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന്. കാരണം ജനിച്ചു വരുന്ന കുഞ്ഞിന് ആദ്യം കിട്ടുന്നത് കാരണശരീരമാണ്. സ്ഥൂല ശരീരം നശിച്ച ഒരു ജീവൻ പിന്നെ തിരിച്ചു വരുന്നത് കാരണശരീരത്തിലാണ്. സൂക്ഷ്മ ശരീരം വികസിക്കാനുള്ള സമയം 3 മുതൽ 4 വയസ്സ് വരെയുള്ള സമയമാണ്. സൂക്ഷ്മ ശരീരം മനസ്സാണല്ലോ. അത് വികാസം പ്രാപിക്കാത്തതിനാലാണ് കുഞ്ഞുങ്ങൾ ദേവന്മാരാണ് എന്ന് പറയുന്നത്. അതായത് കൈതവമറിയാത്ത അവസ്ഥ. മനസ്സാണല്ലോ നമ്മളെ രാഗദ്വേഷ കാമക്രോധാദികളിലേക്ക് കൊണ്ടുപോകുന്നത്. കൈതവമറിയാത്ത ആ കുഞ്ഞു മക്കളെ ദേവതുല്യം പരിപാലിക്കേണ്ട ചുമതല മാതാവിന് തന്നെയാണ്. അവൻ്റെ പരിചരണത്തിലും ബുദ്ധി സംസ്കരണത്തിലും മാതാവ് തന്നെ സ്വയം ചുമതലയോടുകൂടി പ്രവർത്തിക്കണം എന്ന് പറയുന്നു. ഇപ്രകാരമാണ് ആ ശ്ലോകം. ആ പഞ്ചമാബ്ദം ധാത്രീവ ലാലനാ ചോദനാദിഭിഃ ആഖ്യാനേന മഹതാം പ്രതിച്ഛന്ദാവലോകതഃ വ്യക്താക്ഷരേണ വചസ ശുദ്ധവാസോ വിഭൂഷണൈഃ ഭോജ്യേന ശുചിനാ ബാലോ വർദ്ധനീയഃ പ്രയത്നതഃ എന്ന് സംസ്കൃത ഭാഷയിലാണ് ശ്രീനാരായണ സ്മൃതി ഗുരു രചിച്ചിരിക്കുന്നത്. 5 വയസ്സ് വരെ അമ്മ തന്നെ ശിശുവിനെ നല്ല ചിത്രങ്ങൾ കാണിച്ചും ലാളിച്ചും നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തും മഹാന്മാരുടെ കഥകൾ കേൾപ്പിച്ചും നല്ല ആഹാരം കൊടുത്തും നല്ല വാക്കുകൾ പറയിച്ചും വളർത്തേണ്ടതുണ്ട്. ഗർഭിണിയായ സ്ത്രീയുടെ ചിന്ത പോലും ഗർഭസ്ഥ ശിശുവിൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്നതാകയാൽ മാതാവ് സദ്വിചാരത്തോടും സാത്വിക ആഹാരത്തോടും ഈശ്വര സ്മരണയാലും കഴിയേണ്ടതുണ്ട്. അങ്ങനെ തൻ്റെ ജീവനോളം സിരകളിൽ ഓടുന്ന രക്തത്തോളം
കാവലായി കരുതലായി എന്നെ വളർത്തിയ ത്യാഗമല്ലേ അമ്മ എന്ന പുണ്യം. അമ്മ എന്ന രണ്ടക്ഷരം ആദ്യമധ്യാന്തരഹിതമാണ്. 1000 സൂര്യകിരണങ്ങളുടെ ശക്തിയാണ് അമ്മയുടെ വാക്കിന്. ആ തലോടലിൻ്റെ തഴുകലിൻ്റെ സുഖം ഏത് മക്കളുടെ ഹൃദയത്തെയാണ് ആർദ്രമാക്കാതിരിക്കുക. നമ്മളിന്ന് അമ്മയ്ക്കായി ഒരു ദിനം മാറ്റിവെക്കാറുണ്ട്. മാതൃദിനം എന്നാ പറയുക. മാതൃദിനമായി മാറ്റിവെക്കുന്ന പുതുതലമുറ അറിയേണ്ട ഒരു പാഠം, അമ്മ എന്നത് ഒരു ദിനം കൊണ്ടല്ല, ഒരു യുഗം കൊണ്ടുപോലും നിർവചിക്കാനാവാത്ത പൊരുളാണ് എന്നതാണ്. ഓരോ ശ്വാസവും നിശ്വാസവും അമ്മ എന്ന ശക്തിയെ സ്മരിച്ചുകൊണ്ടാവണം. ആ സ്നേഹത്തിനൊപ്പം വയ്ക്കാൻ, അതിന് പകരം വയ്ക്കാൻ എന്തുണ്ട് ഈ ഭൂമിയിൽ? തിരികെ നൽകാനാവതില്ലൊന്നും. പരമസത്യമറിഞ്ഞ് സമാഹിത ചിത്തനായ ജഗദ്ഗുരുവായ ശങ്കര ഭഗവത്പാദരുടെ വാക്കുകൾ എല്ലാ മക്കളുടെയും കണ്ണുകൾ നനയ്ക്കുന്നതാണ്. ഹസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യത നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച്ച സംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാഹ ക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപിതനയസ്തസ്യൈ ജനന്യൈ നമഃ. എൻ്റെ അമ്മയെ ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കാനല്ലാതെ ഈ പുത്രന് ഒന്നിനും സാധിക്കുന്നില്ല. ജഗദ്ഗുരുവായി വിശ്വഗുരുവായ ശങ്കര ഭഗവത്പാദർ അത്ര വലുതായ മകനെങ്കിലും അമ്മയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അമ്മയുടെ ആ ത്യാഗത്തിന് മുന്നിൽ പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്ന് എഴുതി വെച്ച മാതൃപഞ്ചകം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. അതിൻ്റെ വ്യാഖ്യാനം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മനോഹരമായി അർത്ഥഗരിമയോടുകൂടി തന്നെ, ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമുക്ക് പകർന്നു നൽകി. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും, പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും, തീർക്കാവതല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. എത്ര ഉന്നതനായ മകനാണെങ്കിലും പകരം വയ്ക്കാനില്ലാത്ത പുണ്യമാണ് അമ്മ. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഗദായുദ്ധത്തിൽ തുടയെല്ല് തകർന്ന് മൃതപ്രായനായി കിടക്കുന്ന ദുര്യോധനനെ കാണുവാൻ യുദ്ധഭൂമിയിലേക്ക് എത്തുന്നുണ്ട് ഗാന്ധാരിയും ധൃതരാഷ്ട്രരും കൂടെ. സ്വന്തം മാതാവായ ഗാന്ധാരിയുടെ മുൻപിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ദുര്യോധനൻ പറയുന്ന വാക്കുകൾ, നമസ്കൃത്യ വദാമ്യഹം യദി പുണ്യം മയാ കൃതം അന്യസ്യാമഭിജാത്യാം മേ ത്വമേവ ജനനീ ഭവ. അമ്മേ, ഈ മകൻ നമസ്കൃത്യ, അമ്മയുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് വദാമി പറയുകയാണ്, യദി പുണ്യം മയാ കൃതം, എന്തെങ്കിലും ഒരു പുണ്യം ഞാൻ ഈ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യസ്യാമഭിജാത്യാം, ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ, മേ, എനിക്ക് ത്വമേവ ജനനീ ഭവ, അമ്മ തന്നെ, ഈ അമ്മ തന്നെ അമ്മയായി വരണം. ഓരോ മക്കളുടെയും പ്രാർത്ഥനയാണിത്. അത്രയും പുണ്യമാണ് അമ്മ എന്ന രണ്ടക്ഷരം. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അമ്മയുടെ അനുഗ്രഹ വചസ് ഇപ്രകാരമായിരുന്നല്ലോ, യഥോ ധർമ്മസ്തഥോ ജയ. അല്ലേ? എവിടെയാണോ ധർമ്മം,
അവിടെ വിജയമുണ്ടാകും എന്നുള്ളതായിരുന്നു. ഇതായിരുന്നു ഭാരതീയ സംസ്കാരം. രാമായണത്തിലെ കൗസല്യ മാതാവ് ദൈവത്തെ തന്നെ മകനായി ലഭിച്ചിട്ടും മാതൃസ്നേഹത്താൽ ചഞ്ചലചിത്തയാകുന്ന ദൃശ്യം അധ്യാത്മരാമായണത്തിൽ നമുക്ക് കാണാം. കൗസല്യ മാതാവിൻ്റെ വാക്കുകൾ: ഹേ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗത്പദേ നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൽ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും. ഹൃദയസ്പർശിയായ വാക്കുകളാണത്. മാതൃവാത്സല്യത്തിൻ്റെ ഒഴുക്ക് കൗസല്യ മാതാവിൻ്റെ വാക്കുകളിൽ തുടിക്കുന്നുണ്ട്. അതുപോലെ ത്യാഗശീലരായ സഹിഷ്ണുക്കളായ നിരവധി മാതാക്കളെ നമ്മുടെ ആധ്യാത്മ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ലക്ഷ്മണ മാതാവായ സുമിത്ര മകന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖം എന്ന്. എത്ര പക്വതയാർന്ന ഉപദേശമാണ്! ത്യാഗമാണ് മക്കളെ പഠിപ്പിക്കുന്നത് അമ്മമാർ. പരമഭട്ടാരക ചട്ടമ്പിസ്വാമി തിരുവടികൾ രചിച്ച പിള്ളത്താലോലിപ്പ് എന്ന കൃതി ഓരോ അമ്മയും ശ്രദ്ധയോടെ പഠിച്ചിരിക്കേണ്ട, പഠിച്ച് സ്വന്തം മക്കളെ പഠിപ്പിക്കേണ്ട താരാട്ടുപാട്ടാണ്. പരമ്പൊരുളിനെ അറിയിച്ച് കുഞ്ഞിനെ വളർത്താൻ തിരുവടികളുടെ ഈ താരാട്ടുപാട്ട് ഒരു പ്രചോദകമാണ്. ഇതൊരു ഉണർത്തുപാട്ടാണെന്ന് നമുക്ക് പറയാം. ബ്രഹ്മമേ സത്യം കിളിയേ കുട്ടി എൻ മകനെ നിൻ പിതാവും നന്മുല നിത്യം നിനക്കു നൽകും അമ്മയും ആ സ്വാമി തന്നെ. കൊല്ലാതെ റുമ്പിനെ കൂടി തല്ലാതെ പട്ടിയെ കൂടി എല്ലാറ്റിലും ബ്രഹ്മമുണ്ട്. അവനല്ലയോ ദ്രോഹങ്ങൾ പാർത്താൽ മറ്റൊരു പ്രാണിക്കും ദുഃഖം തെല്ലും പറ്റാതെ വണ്ണം നടന്നാൽ കുറ്റം നിനക്കില്ലതാനും കുഞ്ഞേ തെറ്റെന്ന് ദൈവം തുണയ്ക്കും. സർവജന്തുക്കൾക്കും ജന്മം നൽകിയ കുഞ്ഞിനോട് വാത്സല്യമുണ്ട്, കരുണയുണ്ട്. ഈ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ ജന്മം നൽകിയ കുഞ്ഞിനെ കൊന്നുകളയുന്ന മാതാപിതാക്കന്മാരെ നമുക്ക് കാണാം. തലക്കടിച്ചും വെള്ളത്തിൽ മുക്കിയും കഷണങ്ങളാക്കി മുറിച്ചും ഒക്കെ നശിപ്പിച്ചു കളയുന്ന സ്വാർത്ഥമതികളായ അധമ ജന്മങ്ങളെ നമുക്ക് കാണാം. അവർ മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന പദവിക്ക് ഒരിക്കലും അർഹരല്ല. ഇപ്രകാരം ജന്മന അനാഥരായി പോയ നിരവധി മക്കൾ ഈ ഭൂമിയിലുണ്ട്. അവർക്ക് ഭൂമി തന്നെ മാതാവാകുന്നു, ജഗദീശ്വരൻ തന്നെ പിതാവാകുന്നു. മാതാഭൂമിഹി പുത്രോഹം പൃഥിവ്യാഹ എന്ന ഭൂമി സൂക്തം സ്മരണീയമാണ്. ഓരോ മക്കളും ഈ ഭൂമിയുടെ മക്കളാണ്. മാതാവ് പ്രകൃതി തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ നന്ദിയില്ലാത്ത ഈ ലോകത്ത്, നന്ദികേടിൻ്റെ ഈ ലോകത്ത് എങ്ങനെ നന്ദിയുള്ളവരായി ജീവിക്കണമെന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജന്മങ്ങളിൽ ശ്രേഷ്ഠ ജന്മമായ മനുഷ്യജന്മം കിട്ടിയതിന്, ആ പിണ്ടത്തിന് ജഗദീശ്വരനോട്, ആ ശരീരമാകുന്ന പിണ്ടത്തിന് ജഗദീശ്വരനോട് നന്ദി പറയുന്ന കൃതിയാണ് പിണ്ടനന്ദി. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയൻ്റെ പിണ്ടം എപ്പേരു മൺപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭു. ഇവിടെ ശംഭുവിനെ പരബ്രഹ്മസ്വരൂപമായി കൽപ്പിച്ചുകൊണ്ടാണ് ഗുരു പറയുന്നത്. ഈ ശരീരം പോലും ജഗദീശ്വരൻ തന്ന അനുഗ്രഹമാണ്. എനിക്ക് എൻ്റേതായി ഒന്നും തന്നെ സ്വന്തമായില്ല എന്ന ചിന്ത ഒരുവനെ അടിയനിൽ അടിയനാക്കി മാറ്റുന്നു. ആ ജഗദീശ്വരൻ്റെ മുമ്പിൽ സർവസമർപ്പണമാണ് പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ ഗുരു പറയുന്നത്. ഭാരതീയ സംസ്കൃതിയിൽ മാതാവിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ്
ഒരാൾ തൻ്റെ രാജ്യത്തെ പറയുമ്പോൾ മാതൃരാജ്യം എന്ന് പറയുന്നത്, തൻ്റെ ഭാഷയെ പറയുമ്പോൾ മാതൃഭാഷ എന്ന് പറയുന്നത്, എന്ന് അമ്മയെ ചേർത്ത് തന്നെ വ്യവഹരിക്കുന്നത്. മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് കവി പാടിയതും ഈ ആരാധനയാണ്. രാമരാവണ യുദ്ധത്തിന് ശേഷം ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നുണ്ട്, അല്ലയോ ജ്യേഷ്ഠ, ഈ ലങ്കയെ ആസ്ഥാനമാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ പറയുന്ന വാക്കുകൾ ഓരോ ഭാരതീയൻ്റെയും സംസ്കാരമാണ്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാത് വിഗരീയസി, അയി സുവർണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചതേ, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാത് വിഗരീയസി. സ്വർണമയി ആണെങ്കിലും ഈ ലങ്ക എനിക്ക് ഇഷ്ടമാകുന്നില്ല, എനിക്ക് രുചിക്കുന്നില്ല. കാരണം പെറ്റമ്മയും ജന്മനാടും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്നായിരുന്നു അനുജന് പകർന്നു കൊടുത്ത നല്ല പാഠം. ഉദ്യോഗത്തിനായി ജന്മഭൂമി ഉപേക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിൽ വളർന്ന ഇന്നത്തെ പുതുതലമുറ ജന്മം നൽകിയ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടരുതേ എന്ന നല്ല പാഠത്തിലേക്ക് ഓരോ മക്കളും ഉണരേണ്ടതുണ്ട്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. ആധുനിക കാലത്ത് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും സമൂഹ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നവരാണ്. വൈവാഹിക ജീവിതത്തെ ഒരു ദുരന്തമാക്കി തീർക്കുന്നതിൽ നല്ല പങ്ക് സ്ത്രീധനത്തിനുണ്ട്. സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് സന്താനങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഋഷീശ്വരനായ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മം എന്ന സ്മൃതി ഗ്രന്ഥത്തിലൂടെ പറയുന്നു. ദാനാദാനേ യൗതകസ്യ പ്രഗാമം സാധുഗർഹിതം ദദാതി യതി ചാദത്തെ തസ്യ സന്തതി വിക്രയഃ എന്നാണ് ആ ശ്ലോകം. അതായത് യൗതകസ്യ ദാനാദാനേ, യൗതകം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിന്ദ്യമാണ്. അത് ഒരു സന്തതിയെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തുല്യമത്രേ. ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീ ആ കുടുംബത്തിലെ 21 തലമുറകളുടെ പിതൃകടം വീട്ടുന്നതിനുള്ള സന്താനത്തിന് ജന്മം നൽകേണ്ടവളാണ്. വിവാഹ സമയത്ത് വധുവിൻ്റെ പിതാവ് വരൻ്റെ കയ്യിൽ വധുവിനെ ദാനം ചെയ്തിട്ട് ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്. ശുഭൗ തിഥൗ ധർമ്മപ്രജാ സമ്പത്യർത്ഥം വരസ്യ പിതൃഋണമോചനായ ഏകവിംശതി കുലോദ്ധാരണായ കന്യാദാനം അത്ര കരിഷ്യേ എന്ന്. എത്ര ശ്രേഷ്ഠമായ പ്രതിജ്ഞയാണ്! പുണ്യമായ ഈ ദിനത്തിൽ ധർമ്മപ്രജകളുണ്ടാകുന്നതിനു വേണ്ടി, സത്പുത്രന്മാരെ ലഭിക്കുന്നതിനു വേണ്ടി, വരൻ്റെ പിതൃകടം തീർക്കുന്നതിനും 21 തലമുറകളുടെ നിലനിൽപ്പിനു വേണ്ടിയും ഈ കന്യകയെ ഞാൻ ദാനം ചെയ്യുന്നു എന്നാണ് മന്ത്രാർത്ഥം. ഓരോ കന്യകയും ഈശ്വരൻ്റെ വരദാനമാണ്, പുണ്യമാണ് സ്ത്രീജന്മം. വിവാഹത്തിന് 5 പൊരുത്തങ്ങൾ നോക്കിയാൽ മതിയാകും. അത് ദാമ്പത്യത്തിൻ്റെ നിലനിൽപ്പിന് സുദൃഢമായ ഉറപ്പുള്ള ചങ്ങലയാണ് എന്ന് ഗുരു പറയുന്നു. എന്താണ് 5 പൊരുത്തങ്ങൾ? വിദ്യാവിത്ത വയോരൂപ ശീലാദ്വേഷ അനുരൂപ്യതഃ മിഥോ അനുരാഗോ ദാമ്പത്യസ്ഥിത്യേ സുദൃഢ ശൃംഖല എന്നാണത്. അതായത് വിദ്യാഭ്യാസവും പരസ്പരം ഇഷ്ടപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടാൽ പിന്നെ നോക്കേണ്ടത് ഇതാണ്. വിദ്യാഭ്യാസം തുല്യമാകണം, ധനം സമ്പത്ത്, ധനം തുല്യമായിരിക്കണം, വയസ്സ്, സൗന്ദര്യം, സ്വഭാവം. ഈ 5 പൊരുത്തങ്ങൾ ഉറച്ച ദാമ്പത്യത്തിന് ഉറപ്പുള്ള കണ്ണിയാണ് എന്ന് ഗുരു പറയുക. ഒരു സ്ത്രീയിലാണ് കുടുംബ ഭദ്രത പൂർണ്ണമാകുന്നത്. ഉയർന്ന കുടുംബങ്ങളിൽ ഒന്ന് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാം, അതിൽ താങ്ങായി തണലായി
ഒരു സ്ത്രീയുടെ ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെയൊക്കെ ഒരു കഥയുണ്ടാവും. അതുകൊണ്ടാണ് ഭാര്യാധർമ്മത്തിൽ പറയുന്നത്, വസതിക്കൊത്ത ഗുണമുള്ളവളായി വരവിൽ സമം വ്യയവും ചെയ്യുകിൽ തൻ്റെ വാഴ്ചയ്ക്ക് തുണയാമവൾ എന്ന്. നിർത്തുകയാണ് ഞാൻ. അമ്മയെന്ന പുണ്യത്തെ ഓരോ മക്കളും നെഞ്ചോട് ചേർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ സ്വമാതാവിൻ്റെ പാദങ്ങളിൽ ശ്രദ്ധാഞ്ജലിയായി സമർപ്പിക്കട്ടെ. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.